ഹലോ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 9ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടല്ല. 9ാം ക്ലാസ്സിന്റെ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്, പ്രകാശത്തിന്റെ അപവർത്തനം. ഈ ചാപ്റ്റർ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം എന്നുള്ളത് നോക്കാം. ലൈറ്റ് കാണാത്തവരായിട്ട് ആരുമില്ലല്ലോ. ലൈറ്റ് എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ. ലൈറ്റ് എങ്ങനെ സഞ്ചരിക്കുന്നത്, പ്രകാശം എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഒരു ടോർച്ച് നിങ്ങൾ ഓൺ ആക്കി കഴിഞ്ഞാൽ അതിന്റെ പ്രകാശം എങ്ങനെ പോകുന്നത്? ഇത് ഇവിടെ നോക്കി എല്ലാവരും. ഈ ടോർച്ച് ഓൺ ആക്കുന്ന സമയത്ത് അതിന്റെ ലൈറ്റ് സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നത് അല്ലെ. ടോർച്ച് ഓൺ ആക്കുന്ന സമയത്ത് അതിന്റെ ലൈറ്റ് സഞ്ചരിക്കുന്നത് ഏതിലൂടെയാണ്? എയർ എന്ന് പറയുന്ന മീഡിയത്തിലൂടെയാണ്. അപ്പൊ ലൈറ്റിന് സഞ്ചരിക്കണമെങ്കിൽ, പ്രകാശത്തിന് സഞ്ചരിക്കണമെങ്കിൽ എന്താവശ്യമാണ്? ഒരു മീഡിയം. മീഡിയം എന്ന് പറഞ്ഞാൽ ലൈറ്റിന് സഞ്ചരിക്കാൻ കഴിയുന്ന എന്തിനെ മീഡിയം എന്ന് വിളിക്കും. മലയാളത്തില് മാധ്യമം എന്ന് പറയാം. അപ്പൊ ലൈറ്റ് സാധാരണ ഒരു മീഡിയത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, ഒരു മീഡിയത്തിൽ കൂടെ കേട്ടോ, ഒരു മീഡിയത്തിലൂടെ മാത്രമാണ് കടന്നു പോകുന്നതെങ്കിൽ ആ ലൈറ്റ് എങ്ങനെ പോകുന്നത്? സ്ട്രൈറ്റ് ലൈൻ ആയിട്ടായിരിക്കും പോവുക. പ്രകാശം കടന്നു പോകുന്ന മീഡിയങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. എയറിലൂടെ കടന്നു പോകും, വാട്ടറിലൂടെ പോകും, ഗ്ലാസിലൂടെ പോകും, ഡയമണ്ടിലൂടെ പോകും. ക്ലിയർ ആണല്ലോ? ഈ പറയുന്ന 4 മീഡിയത്തിലൂടെയും ആര് കടന്നു പോകും? ലൈറ്റ് കടന്നു പോകും. എന്നാൽ ഓരോ മീഡിയത്തിലൂടെയും ലൈറ്റ് കടന്നു പോകുന്നതിന്റെ വേഗത വ്യത്യാസമായിരിക്കും. മനസ്സിലായ? ഇങ്ങോട്ട് നോക്കിയേ. 2 കാറുകൾ, രണ്ടും ഒരേ കാറുകളാണെന്ന് മനസ്സിൽ സങ്കല്പിക്കാം. ഈ കാറുകൾ, ഒന്നാമത്തെ ഈ പറയുന്ന കാറ് സഞ്ചരിക്കുന്നത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, ഈ സ്മൂത്ത് ആയിട്ടുള്ള റോഡിലൂടെയാണ് ഈ കാറ് സഞ്ചരിക്കുന്നത്. അതേ കാറ് തന്നെ റഫ് ആയിട്ടുള്ള ഒരു റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ കാറിന്റെ വേഗതയ്ക്ക് എന്ത് സംഭവിക്കും? വ്യത്യാസം സംഭവിക്കുമല്ലോ. കാറിന് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്നത് ഇവിടെയും, റഫ് ആയിട്ടുള്ള റോഡിലൂടെ പോകുമ്പോൾ കാറിന്റെ വേഗതയ്ക്ക് വ്യത്യാസം വരികയും ചെയ്യും. ഈ കാറ് തന്നെയാണ്, സെയിം കാർ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ കാറാണ് അവിടെ പ്രശ്നമായത് വേഗതയില്? അല്ല, ആ റോഡാണ് കാറിന്റെ വേഗത കുറച്ചത് അല്ലെ. അതേപോലെ തന്നെ ലൈറ്റിന്റെ വേഗത ഓരോ മീഡിയത്തിനനുസരിച്ചും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. എന്നാൽ ലൈറ്റ് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു മീഡിയമാണ് എയർ. എന്നാൽ വളരെ സ്ലോവില് ലൈറ്റ് സഞ്ചരിക്കുന്ന ഒരു മീഡിയം ചോദിച്ചാൽ പറയാം അത് ഡയമണ്ട് ആണ്. അപ്പൊ ലൈറ്റ് ഓരോ മീഡിയത്തിലൂടെയും സഞ്ചരിക്കുന്നതിന്റെ വേഗത ഇവിടെ കൊടുത്തിട്ടുണ്ട്. എയർ ആണെങ്കിൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്, വാട്ടർ ആണെങ്കിൽ 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്, അതുപോലെ ഗ്ലാസിന്റെ 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്, ഡയമണ്ട് 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇത് നമുക്ക് 1 വേർഡ് ആയിട്ട് ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം. അപ്പൊ ഈ വാല്യൂസ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അടുത്തതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അതല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത. എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? നേരത്തെ ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ. അതായത് ഒരു മീഡിയത്തിന് എന്തിനുള്ള കഴിവുണ്ട്? ലൈറ്റിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് എയറിലൂടെ പോകുന്ന ലൈറ്റിന്റെ വേഗതയല്ല വാട്ടറിലൂടെ പോകുന്ന വേഗത, വാട്ടറിലൂടെ പോകുന്ന വേഗതയല്ല ഗ്ലാസിലും ഡയമണ്ടിലുള്ളത്. അപ്പൊ അതായത് ഓരോ മീഡിയത്തിനും ലൈറ്റിന്റെ വേഗതയെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നു. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ അവിടെ പ്രകാശത്തിന്റെ വേഗതയ്ക്ക് എന്ത് സംഭവിക്കും? നേരെ ഓപ്പോസിറ്റ് ആണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയാൽ സ്പീഡ് ഓഫ് ലൈറ്റ് അവിടെ എന്ത് ചെയ്യുന്നു? കുറയുന്നു. മനസ്സിലായ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ അവിടെ ലൈറ്റിന്റെ വേഗത എന്ത് ചെയ്യുന്നു? കുറയുന്നു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ആള് ആരാണെന്ന് നമുക്ക് ഈ മീഡിയത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? നമുക്കറിയാം ലൈറ്റ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒന്നാമനാണ് ഏത്? എയർ എന്ന് പറയുന്നത്. എയറിലൂടെയാണ് ലൈറ്റ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ പോകുന്നത്. 2ാം സ്ഥാനം സെക്കൻഡ് വാട്ടർ, തേർഡ് ആരാണ്? ഗ്ലാസ്, ഫോർത്ത് ആരാണ്? ഡയമണ്ട്. അങ്ങനെയാണെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ ഒരു ഇൻക്രീസിങ് ഓർഡറിൽ നമുക്ക് ആദ്യം വരുന്ന ആളാരായിരിക്കും? ഡയമണ്ട് ആയിരിക്കും. ഡയമണ്ടിനാണ് ഈ കാണുന്ന കൂട്ടത്തിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. 2ാമത് ആരാണ്? ഗ്ലാസിന്, 3ാമത് വാട്ടറിന്, 4ാമത് എയറിന്. തെറ്റിക്കോ?
ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത് റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് ആണ്. എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളമുണ്ട്, ഒരു പെൻസിലും ഉണ്ട്. ഞാൻ ഈ ഒരു പെൻസിലിനെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ വെള്ളത്തിലേക്ക് മുക്കി വെക്കാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. സ്ട്രെയിറ്റ് ആയിട്ട് മുക്കി വെക്കുന്ന സമയത്ത് ഈ പെൻസിലിന് യാതൊരു തരത്തിലുള്ള ഒരു ചെരിവോ വളവോ നിങ്ങൾക്ക് ഫീൽ ചെയ്യണ്ട. ഓക്കെ. എന്നാൽ ഇതേ പെൻസിൽ തന്നെ ഞാൻ ചെരിച്ചുകൊണ്ട് ഈ ഗ്ലാസ്സിൽ മുക്കി വെക്കാണ്. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്? ഈ പെൻസിൽ വെള്ളത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് ആ പെൻസിലിന് ഒരു ചെറിയൊരു ബെൻഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഓക്കെ. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് പെൻസിലാണെങ്കിൽ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ലൈറ്റ് ആണ്. ഈ പെൻസിൽ വന്നിരിക്കുന്നതിന് പകരം ആരായിട്ട് നിങ്ങൾ മനസ്സിൽ കരുതുക? ഒരു ലൈറ്റ് ആണ് പ്രവേശിക്കുന്നതെങ്കിൽ ഒരു ലൈറ്റ് ചെരിഞ്ഞുകൊണ്ടാണ് ഒരു മീഡിയത്തിൽ നിന്ന്, ഇപ്പൊ നോക്കിയേ, ഈ പെൻസിൽ എയർ എന്ന് പറയുന്ന മീഡിയത്തിലൂടെയല്ലേ സഞ്ചരിക്കുന്നത്? ആണോ? എയർ എന്ന് പറയുന്ന മീഡിയത്തിലൂടെ സഞ്ചരിച്ച് വാട്ടർ എന്ന് പറയുന്ന മീഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെ പ്രവേശിച്ചപ്പോഴാണ് നമുക്ക് ആ ചെരിവ് ഫീൽ ചെയ്തത്? ചെരിഞ്ഞുകൊണ്ട് പ്രവേശിച്ചപ്പോൾ. എങ്ങനെയാണ്? ചെരിഞ്ഞുകൊണ്ട് പ്രവേശിച്ചപ്പോൾ ഈ പെൻസിലിന് ഒരു ബെൻഡ് ഫീൽ ചെയ്തു. അതേപോലെ തന്നെയാണ് ഒരു ലൈറ്റ് എയറിലൂടെ കടന്നു വന്ന് വാട്ടറിലൂടെ ചെരിഞ്ഞുകൊണ്ട് പ്രവേശിക്കുന്ന സമയത്ത് ആ ലൈറ്റിനും എന്ത് സംഭവിക്കും? ഇതുപോലെ ഒരു ബെൻഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ഇനി അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോവാം. ഇവിടെ നിങ്ങൾ നോക്ക്, ഇവിടെ നമ്മൾ ഇപ്പൊ ചെയ്ത എക്സ്പെരിമെന്റ് പോലെ തന്നെ വാട്ടർ എടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ് വരുന്നത് എയറിലൂടെയാണ്. ലൈറ്റ് ഏത് മീഡിയത്തിലൂടെയാണ് ആദ്യം കടന്നു വരുന്നത്? എയർ എന്ന് പറയുന്ന മീഡിയത്തിലൂടെ ലൈറ്റ് കടന്നു വരുന്നു. അതിനുശേഷം ആ ലൈറ്റ് വാട്ടറിലേക്ക് പ്രവേശിക്കുന്നു. ഈ ലൈറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു? ചെരിഞ്ഞുകൊണ്ടാണ് പ്രവേശിക്കുന്നത്. ചെരിഞ്ഞുകൊണ്ട് പ്രവേശിക്കുമ്പോൾ ശരിക്കും ഈ ലൈറ്റ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് പോകേണ്ട ലൈറ്റിന് ഒരു ചെറിയൊരു വളവ് സംഭവിച്ചു, ഒരു ബെൻഡ് സംഭവിച്ചു. എങ്ങനെയാണ് ആ ബെൻഡ് സംഭവിച്ചത്? നമ്മൾ നേരത്തെ പഠിച്ചത് ഓർക്കണില്ലേ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത. എന്താ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? അതായത് ഓരോ മീഡിയത്തിനും ലൈറ്റിന്റെ വേഗതയെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്, അല്ലേ? അതായത് എയറിൽ കൂടെ പോകുന്ന ലൈറ്റിന്റെ വേഗത പോലെയല്ല ഡയമണ്ടിൽ കൂടെ പോകുന്നത്, അല്ലേ? അവിടെ ഓരോ മീഡിയത്തിനും എന്തിനുള്ള കഴിവുണ്ട്? ലൈറ്റിന്റെ വേഗതയെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇവിടെ രണ്ട് മീഡിയങ്ങളാണ്, അല്ലേ? എയർ എന്ന് പറയുന്ന മീഡിയം ഉണ്ട്, വാട്ടർ എന്ന് പറയുന്ന മീഡിയം ഉണ്ട്. രണ്ട് മീഡിയത്തിന്റെയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അതല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത ഡിഫറെന്റ് ആണല്ലോ. അങ്ങനെ ഡിഫറെന്റ് ആകുമ്പോഴാണ് ഈ പറയുന്ന പ്രതിഭാസം സംഭവിക്കുന്നത്. ഈ പ്രതിഭാസത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. വെൻ എ റേ ഓഫ് ലൈറ്റ് എൻ്റർ ഒബ്ലിക്വലി ഫ്രം വൺ മീഡിയം ടു അനദർ, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് എങ്ങനെ പ്രവേശിക്കണം? ചെരിഞ്ഞുകൊണ്ട് പ്രവേശിക്കുമ്പോൾ ഓഫ് ഡിഫറെന്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, അതും കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള എന്തായിരിക്കണം? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയങ്ങളായിരിക്കണം. ഇറ്റ് അണ്ടർഗോസ് എ ഡീവിയേഷൻ അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ. എവിടെ വെച്ചിട്ടാണ് അതിന് ആ ഒരു ചെരിവ് സംഭവിക്കുന്നത്? ഈ രണ്ട് മീഡിയത്തിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ആ സർഫസിൽ എത്തുമ്പോഴാണ് അതിന് ആ ഒരു ബെൻഡ് അല്ലെങ്കിൽ അതിന് ആ ഒരു ചെരിവ് സംഭവിക്കുന്നത്. ഈ പ്രതിഭാസത്തെ, ഈ ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റിഫ്രാക്ഷൻ. എന്നാൽ ഇവിടെ നോക്ക്, സ്ട്രെയിറ്റ് ആയിട്ടാണ് ഒരു ലൈറ്റ് കടന്നു വരുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് കാണാൻ സാധിക്കില്ല? ഈ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ റിഫ്രാക്ഷൻ എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ പാഠത്തിന്റെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന പാഠത്തിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമേ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ വേണം എന്ന് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കമന്റ്സുകൾ ഈ വീഡിയോക്ക് താഴെയായിട്ട് നിങ്ങൾ അറിയിക്കുക. ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഭാഗങ്ങളായിട്ട് നമ്മൾ നിങ്ങളെ മുന്നിലെത്തും. അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.